ലോറൻസ് നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് സീതാറാം യെച്ചൂരിയുടെ ഈ രാഷ്ട്രീയ ജീവിതത്തെ കാണുന്നത്? ഉണ്ണികൃഷ്ണൻ, തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം വീക്ഷിക്കുമ്പോൾ ഈ സീതാറാം യെച്ചൂരിയുടെ റോൾ എന്താണെന്ന് നമ്മൾ ഒരു 25 വർഷം മുമ്പ് നമ്മൾ ഈ സീതാറാം യെച്ചൂരിനെ ഈ ഇന്ത്യയിൽ ടെലിവിഷൻ്റെ ഈ ഒരു കാലം, ഇതിങ്ങനെ വ്യാപകമായ ഈ ഒരു കാലത്ത് വലിയ തോതിൽ മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രത്യക്ഷപ്പെടാൻ താല്പര്യം കാണിക്കാത്ത ഒരു നേതാവാണ് ഈ സീതാറാം യെച്ചൂരി. അത് പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ടല്ലാതെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല എന്നുള്ള ഒരു പൊതുവായൊരു അഭിപ്രായം. അത് വളരെ ശരിയാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യമായി ഏത് രാഷ്ട്രീയ പ്രതിസന്ധിയിലും, അത് ഉദാഹരണത്തിന് CPIMൻ്റെ ഈ പാർട്ടി വിശാഖപട്ടണം കോൺഗ്രസിൽ അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുമോ എന്നുള്ള രീതിയിൽ പോലുള്ള ഒരു സംശയം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതീതി വളർന്നു നിന്ന സമയത്ത് പോലും അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത് അക്കാര്യം കേന്ദ്ര കമ്മിറ്റിയാണ്, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയാണ്, കേന്ദ്ര കമ്മിറ്റി അതിലൊരു തീരുമാനം എടുക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത് തന്നെ അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ഉറച്ച വിശ്വാസം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് പാർട്ടി നടപ്പാക്കാൻ പോകുന്നത്, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകൾ ഏത് രീതിയിലുള്ള അജണ്ടകളാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അത് പരസ്യമായി അദ്ദേഹം പ്രകടിപ്പിക്കാറില്ല. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ നിലപാട് അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ അല്ലെങ്കിൽ പാർട്ടി സഖാക്കളുടെ മനസ്സറിഞ്ഞുള്ള ഒരു തീരുമാനമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൽ നിന്ന് പറയാം. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതി തന്നെ നിങ്ങൾ കാര്യങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്യായിരിക്കും. കേരളത്തിൽ ഈ ഏറ്റവും അവസാനമായി അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയും കാര്യങ്ങൾ വളച്ചൊടിക്കാതെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യൂ. ഈ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ എൻ്റെ ഒരു പ്രസ്താവനയെ നിങ്ങൾ വളച്ചൊടിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു സമീപനമല്ല നിങ്ങളിന്ന് വേണ്ടത്. കാര്യങ്ങൾ വളച്ചൊടിക്കാതെ ജനങ്ങളെ അറിയിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകരെ അറിയിക്കും എന്നുള്ള രീതിയിൽ വളരെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കാര്യത്തിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം ഈ CPIMൻ്റെ രണ്ടാം നിര നേതൃത്വത്തെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി CPIMന് കേന്ദ്ര കമ്മിറ്റിക്കും പോളിറ്റ് ബ്യൂറോയ്ക്കും ഇടയിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് എന്നൊരു ഘടകം EMSൻ്റെ കാലത്ത് രൂപീകരിക്കുകയുണ്ടായി. അത് EMSും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും കൂടി ആലോചിച്ച് രണ്ടാം നിര നേതാക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരുന്ന രൂപീകരിച്ച ഒരു ഘടകമാണ്. ആ ഘടകത്തിൽ പ്രകാശ് കാരാട്ട്, സുമൻ മൊയ്ത്ര, അതുപോലെ തന്നെ സീതാറാം യെച്ചൂരി, P. രാമചന്ദ്രൻ ഇവരുൾപ്പെടെയുള്ള നേതാക്കളെയാണ് അന്ന് അതിലേക്ക് ആ ഒരു രണ്ടാം നിര നേതൃത്വത്തിലേക്ക് CPM കൊണ്ടുവന്നത്. അത് അതായത് രണ്ടാം നിര നേതാക്കളെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് CPM സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു ബോധപൂർവമായി സൃഷ്ടിച്ച ഒരു സംഘടനാ നടപടിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. ആ നേതൃനിരയിൽ പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന് പിൻഗാമിയായി സീതാറാം യെച്ചൂരി വന്നു. ഇനി ആരെന്നുള്ളത് പിന്നീടുള്ള കാര്യം. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഈ സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ശ്രേണിയിലെ ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെയും അതുപോലെ ജ്യോതി ബാസുവിൻ്റെയും പിൻഗാമിയായി, അല്ലെങ്കിൽ അവരുടെ നിലപാടുകളെ പിൻപറ്റുന്ന ഒരു നേതാവായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാം UPA സർക്കാരിൻ്റെ 1996 ദേശീയ മുന്നണി സർക്കാരിൻ്റെ പൊതു മിനിമം പരിപാടി തയ്യാറാക്കുന്നതിന് CPM നിയോഗിച്ചത് ഈ സീതാറാം യെച്ചൂരിയായിരുന്നു. അത് തന്നെയാണ് ആ പാർട്ടി അദ്ദേഹത്തെ അർപ്പിച്ച ഒരു വിശ്വാസമെന്ന് നമ്മൾ കാണേണ്ടത്. അതായത് ഒരു മതേതര ഒന്നാം ദേശീയ മുന്നണിയുടെ VP സിംഗ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആ സർക്കാരിൽ, അല്ലെങ്കിൽ ദേശീയ മുന്നണി VP സിംഗ് പിന്നീടാണ് പ്രധാനമന്ത്രിയായത്. പക്ഷേ കോൺഗ്രസിനെതിരെ ഒരു ദേശീയ ഐക്യനിര കെട്ടിപ്പടുത്തപ്പോൾ CPIMൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ നിലപാടുകൾ എങ്ങനെയാവണം, അതിൻ്റെ പ്രകടന പത്രിക എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ പൊതു മിനിമം പരിപാടി എന്തൊക്കെ നടപ്പാക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു പൊതു മിനിമം പരിപാടി തയ്യാറാക്കിയതിൽ പ്രമുഖനായിട്ടുള്ള ഒരാളായിരുന്നു ഈ സീതാറാം യെച്ചൂരി. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ സഖ്യങ്ങളുടെ അമരക്കാരൻ, അല്ലെങ്കിൽ സഖ്യങ്ങൾ എങ്ങനെയാവണം, ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് മതേതര സംവിധാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മതേതര വിരുദ്ധമായ സഖ്യങ്ങളെയോ മതേതര വിരുദ്ധ ശക്തികളെയോ അല്ലെങ്കിൽ അത്തരം ശക്തികളെ എങ്ങനെ മാറ്റി നിർത്തണം, അങ്ങനെയുള്ള ആ രീതിയിലുള്ള ഒരു നിലപാട് എല്ലാ കാലത്തും മതേതര പാർട്ടിയായ CPM മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ CPM തുടരുന്നത് അതാണ്. അപ്പോൾ CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ എപ്പോഴും മതേതരത്വത്തിന് മുൻതൂക്കം നൽകുക, ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ മാറ്റി നിർത്തുക, അതോടൊപ്പം തന്നെ മൃദു ഹിന്ദുത്വ സമീപനം അതിനെ എതിർക്കുക, ഇത്തരം കാര്യങ്ങളുള്ള പല തോതിലുള്ള അജണ്ടകളെ എങ്ങനെ സമീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു നിഷ്ണാതനായ ഒരു നേതാവായിരുന്നു ഈ സീതാറാം യെച്ചൂരി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേശീയ മുന്നണി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ആ സർക്കാരിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? BJP ആ സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ നൽകിയ പാർട്ടിയാണ് എന്ന് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ തീവ്ര വലതുപക്ഷവും ഇടതുപക്ഷവും മധ്യവർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ മധ്യ നിലപാടുകൾ തുടരുന്ന ജനതാദൾ ഉൾപ്പെടെയുള്ള സഖ്യങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ CPM അന്ന് വളരെ തന്ത്രപരമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. CPM ഒന്നാം UPA സർക്കാരിൽ ദേശീയ മുന്നണി സർക്കാരിൽ CPM പങ്കാളിയായില്ല, പക്ഷേ CPI
പങ്കാളിയെ CPIയുടെ ഇന്ദ്രജിത് ഗുപ്ത അവൾ ആഭ്യന്തരമന്ത്രിയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ കാലത്തും കോൺഗ്രസിനെയും അതുപോലെ തന്നെ BJPയെയും അല്ലെങ്കിൽ RSSനെയും ഒക്കെ എതിർക്കുന്ന ഒരു നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. അതോടൊപ്പം തന്നെ ഒരിക്കലും അധികാരത്തിൻ്റെ ഭാഗമാകാതിരിക്കുക എന്നുള്ള ഒരു നിലപാടും ഈ CPIM സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തന്നെയാണ് ഈ ദേശീയ മുന്നണി സർക്കാരിൽ പല പ്രധാന VP സിംഗ് രാജിവെച്ചതിന് പിന്നാലെ ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ള ഒരു നീക്കം മുന്നോട്ട് വന്നു. രാജീവ് ഗാന്ധി ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ CPM അതിനോട് അനുകൂലിച്ചില്ല. അതോടൊപ്പം തന്നെ അതിനുശേഷം IK ഗുജറാൾ വന്നു. അല്ലെങ്കിൽ ദേവഗൗഡയ്ക്ക് മുമ്പ് ഇത് ഈ ദേശീയ മുന്നണി സർക്കാരിൻ്റെ അമരക്കാരനാവാൻ ജ്യോതി ബാസുവിനെ ക്ഷണിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ഈ വിവരം ഈ പല ഘട്ടങ്ങളിൽ വന്നെങ്കിലും ആ ഒരു ഘട്ടത്തിലാണ് CPIM ഈ വിഷയത്തിലേക്ക് കടന്നത്. കേന്ദ്ര കമ്മിറ്റി 2 വട്ടം യോഗം ചേർന്നെങ്കിലും ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രി ഒന്ന് ലൈനിൽ തുടരണം. നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും പോകേണ്ടതുണ്ട്. അങ്ങേയറ്റം വേദനാകര